വയനാട് തുരങ്കവും കൊച്ചിയിലെ കൂട്ടപ്പിരിച്ചുവിടലും പെട്ടെന്ന് ജനശ്രദ്ധയിൽ വന്ന രണ്ട് കാര്യങ്ങളാണ്. കൂട്ടപ്പിരിച്ചുവിടൽ അമേരിക്കയുമായി ബന്ധപ്പെട്ട കമ്പനിയിലാണ്. 900 പേരെ കൊച്ചിയിലും കോഴിക്കോടുമായിട്ട് പിരിച്ചുവിട്ടു. അപ്പോൾ അതിൽ അവർ രാവിലെ വന്നപ്പോൾ പിങ്ക് സ്ലിപ്പാണ് കൊടുത്തത്. ഇന്നു മുതൽ നിങ്ങൾക്ക് ജോലിയില്ല, നഷ്ടപരിഹാരം കൊടുക്കും, എത്രയോ മാസത്തെ ശമ്പളം കൊടുക്കുമെന്നാണ് പറയുന്നത്. അത് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനെതിരെ അവർ പ്രതിഷേധിച്ചു, സംഘടനകൾ പ്രതിഷേധിച്ചു, സർക്കാർ അവരുമായിട്ട് ചർച്ചയ്ക്ക് ഒരുങ്ങി. പക്ഷേ അവർ ചർച്ചയ്ക്ക് അങ്ങോട്ട് വഴങ്ങിയിട്ടില്ല, താല്പര്യം കാട്ടിയിട്ടില്ല. അങ്ങനെ അത് ഒരു അനിശ്ചിതാവസ്ഥയിൽ കഴിയുന്നു. എന്തായാലും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അമേരിക്കൻ കമ്പനിയിൽ ജോലി ചെയ്യുകയും അമേരിക്കൻ നിലവാരത്തിലുള്ള ശമ്പളം, അമേരിക്കയിൽ കിട്ടുന്ന ശമ്പളമല്ല, ആ രീതിയിലുള്ള ശമ്പളം കിട്ടുകയും ചെയ്യുമ്പോൾ അമേരിക്കക്കാർ അനുഭവിക്കുന്ന അതേ കാര്യങ്ങളൊക്കെ അവിടെയും ഉണ്ടാവും. പിരിച്ചുവിടൽ ഒരു സുപ്രഭാതത്തിൽ വിട്ടുവന്നിരിക്കും, പിങ്ക് സ്ലിപ്പ് കിട്ടിയെന്നിരിക്കും. നിങ്ങൾ ഈ ജോലിയിലേക്ക് വരുമ്പോൾ തന്നെ പുറത്ത് നിർത്തിയിട്ട് അകത്തോട്ട് കയറ്റി വിടുകയില്ല, കമ്പ്യൂട്ടർ തുറക്കാനായിട്ട് സമ്മതിക്കില്ല, പറഞ്ഞു വിടും. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു സംസ്കാരം കേരളത്തിലും ഉണ്ടാവുന്നു. നമ്മുടെ ആ തൊഴിൽ സംസ്കാരം ഈ ക്ലർക്കായിട്ടും സർക്കാരിൻ്റെ ക്ലർക്കായിട്ടോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും സർവീസിൽ കയറിപ്പറ്റി ആജീവനാന്തം മുഴുവൻ അതിൽ കഴിഞ്ഞ് കൈയിട്ട് വാരി നാട്ടുകാരെ ഉപദ്രവിച്ച് ഒടുവിൽ പെൻഷൻ പറ്റി നല്ല കനത്ത പെൻഷനുമായിട്ട് പിരിഞ്ഞു പോകുന്ന ആ ഒരു സങ്കല്പം, ആ ഒരു കാലം കഴിഞ്ഞു. അപ്പം നമ്മുടെ ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ടതാണ്, ശമ്പളം കൂടുതൽ കിട്ടും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനികളിൽ ജോലി കിട്ടും. അപ്പോൾ അതനുസരിച്ചുള്ള പ്രത്യാഘാതങ്ങളും ഉണ്ടാകും. നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നു എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിപ്പയർഡ് ആയിരിക്കണം എന്ന് മാത്രം. ഇപ്പം ജോലി പോകുന്നത് സുഖമുള്ളൊരു കാര്യമൊന്നുമല്ല. നമുക്കറിയാം, ആരുടെയും വയറ്റത്തടിക്കുന്ന പരിപാടിയാണത്. ഈ അമേരിക്കയിലൊക്കെ പലപ്പോഴും ഒരു ഇന്ത്യക്കാരൻ മേധാവിയായ ഒരു കമ്പനിയിൽ 900 പേരെ വിളിച്ചു വരുത്തിയിട്ട് ജോലിക്കാരെ മുഴുവൻ പിരിച്ചു വരുത്തിയിട്ട് ഓൺലൈനിൽ 900 പേരെ പിരിച്ചുവിട്ടത് നമ്മൾ കണ്ടതാണ്. 1-2 വർഷമേ ഉള്ളൂ. അയാളാണ് എനിക്ക് പരിചയം കൂടിയുള്ള ഒരു പാർട്ടിയാണ്, ഈ റിയൽ എസ്റ്റേറ്റ് ബാങ്കിങ് ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു കക്ഷി. അപ്പോൾ അന്ന് അതിനെതിരെ വലിയ വിമർശനമുണ്ടായി, ആളുകളെ എങ്ങനെ പിരിച്ചുവിടുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ നടക്കുന്നു. ഇപ്പം മൈക്രോസോഫ്റ്റിൻ്റെ എക്സ്ബോക്സ് അതിൻ്റെ മേധാവിയായിട്ട് ഒരു ഇന്ത്യൻ വനിത വന്നിരിക്കുന്നു. അവരിപ്പോൾ 2400 തസ്തികകൾ ഒഴിവാക്കി. അപ്പോൾ ഈ ഹയറിങ് ആൻഡ് ഫയറിങ് അത് ആ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, മുതലാളിത്തത്തിൻ്റെ ഭാഗമാണ്. ഈ തൊഴിലാളിക്ക് ഒരു യന്ത്രത്തിൻ്റെയോ ഒരു ചക്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നട്ടിൻ്റെയോ ബോൾട്ടിൻ്റെയോ വില മാത്രമേ ഉള്ളൂ. എപ്പോൾ വേണേലും പറഞ്ഞുവിടാം, എപ്പോൾ വേണേലും ഒഴിവാക്കാം. അപ്പോൾ ആ ഒരു മനസ്ഥിതിയിലേക്ക് മാറേണ്ട സ്ഥിതിയാണ്. ഇപ്പം ചില കാര്യങ്ങളിൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കമ്പനി നഷ്ടത്തിലാണ്, കൊടുക്കാൻ കാശില്ല, പിന്നെ ഈ ആളുകളെല്ലാം വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ കമ്പനി വയബിളായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ജോലിക്കാരുടെ എണ്ണം കുറയ്ക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ളൊരു സംസ്കാരം വരും, അവർ ആളെ കുറയ്ക്കും. അപ്പോൾ ഇവിടെ അമേരിക്കയിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മെച്ചം തലേ ദിവസം തലേന്ന് വരെ 100,000 ശമ്പളം കിട്ടുന്ന IT കാരനായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം അയാൾ ഷൂ പോളിഷ് ചെയ്യാനായിട്ടിരിക്കുന്നു. അത് ന്യൂയോർക്ക് ടൈംസിൽ അയാളുടെ പടമൊക്കെ സഹിതം ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു മടിയില്ല അവർക്ക്, അമേരിക്കക്കാർക്ക് ഏത് ജോലി ചെയ്യാനും ഒരു മടിയില്ല. നേരെ മറിച്ച് നമുക്ക് ആ ഒരു അഹംഭാവം നമുക്ക് അവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്. അത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. നമുക്ക് ആ ഇന്ന ജോലിയെ ചെയ്യാൻ പറ്റൂ, ഇന്നതിൽ കുറഞ്ഞ് നമുക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത്. എന്ത് ജോലിയും ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, കാശ് കിട്ടുന്ന ജോലി ആയിരിക്കണം എന്ന് മാത്രം. ആ രീതിയിലേക്ക് ചിന്തിക്കാനായിട്ട് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ MA പാസ്സായ ആൾ തെങ്ങ് കയറുന്നത് അത് നല്ലൊരു കാര്യമല്ലേ? ഒരു ജോലി കൂടി ആയിക്കറിയാം. ഇനി MAക്ക് അനുസരിച്ചുള്ള ഒരു ജോലി കിട്ടുകയാണെങ്കിൽ അതും നല്ലത്. അപ്പോൾ ഏതൊരു ജോലിക്കും ശമ്പളം കിട്ടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ശമ്പളം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഈ ജോലിയോടൊക്കെ പുച്ഛം വരുന്നത്. ഈ സർക്കാർ ജോലിയൊക്കെ പോലും ഈ കൈക്കൂലിയൊക്കെ വരുന്നതിൻ്റെ അവർക്കിപ്പോൾ കൊടുക്കുന്നതിൻ്റെ ഒരു ഇരട്ടി ശമ്പളം ഒന്ന് കൊടുത്തു നോക്ക്, എത്ര വ്യത്യാസം വരുമെന്ന്. അവരുടെ ചിന്താഗതിയിലും അത്രയൊക്കെ വേണ്ടേ? കാരണം ഒരു വീട് വാങ്ങാനോ അല്ലെങ്കിൽ ഒരു കുടുംബം പോറ്റാനോ ഒക്കെ അത്രയൊക്കെ ശമ്പളം വേണ്ടതാണ്. ഇപ്പം കിട്ടുന്നതുകൊണ്ടൊന്നും പോരാ. നാട്ടിൽ ജോലി ചെയ്ത അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. നമ്മൾ സ്ഥിരം പറയുന്ന ഒരു പല്ലവി ഉണ്ടല്ലോ, എണ്ണിച്ചുട്ട് അപ്പം പോലെ കിട്ടുന്ന കാശാണ്. അതുകൊണ്ട് ആ ഒരു മാസം തള്ളി നീക്കാനാവില്ല ആ ഒരവസ്ഥ, രണ്ടുപേർക്കും ജോലിയില്ലെങ്കിൽ പ്രത്യേകിച്ചും. അപ്പോൾ എന്തായാലും ഈ അമേരിക്കൻ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവർ അമേരിക്കൻ സംസ്കാരം ഇതാണ് എന്നുകൂടെ മനസ്സിലാക്കിയിരിക്കുക, പഠിക്കുക. ഏത് സമയവും ജോലി പോകാം, ഏത് സമയവും കമ്പനി പൂട്ടിപ്പോകാം, കമ്പനി വേറെ ഏതെങ്കിലും കമ്പനിയിൽ ലയിച്ചു പോകാം. ഇങ്ങനെയൊക്കെയുള്ള അനിശ്ചിതത്വം ഉണ്ട്. അപ്പോൾ അത് കേരളത്തിലെ തൊഴിൽ നിയമം ആ ഒരു സുരക്ഷിതമായിരിക്കുന്ന ആ ഒരു ചിന്താഗതി അത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അത് ഒരു ഉപദേശമായിട്ട് കരുതാം. നമ്മൾ അമേരിക്കയിൽ കാണുന്ന ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ തുരങ്കപ്പാത വയനാട്ടിലേക്കുള്ള മേപ്പാടി വരെ എത്തും. അത് മുക്കം തിരുവമ്പാടി ആ വഴി കൂടിയാണെന്ന് തോന്നുന്നു പോകുന്നത്, ആ ഭാഗം പരിചയമുള്ളവർക്ക്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വയനാട്ടിലേക്കുള്ള യാത്രാ ദൂരം 2 മണിക്കൂറൊക്കെ ആയിട്ട് ചുരുങ്ങും.
വളരെ എളുപ്പത്തിൽ വയനാട്ടിലെത്താം. ഇപ്പോൾ ആകപ്പാടെ ഉള്ളത് ഈ വയനാട് ചുരം, അടിവാരം, താമരശ്ശേരി അടിവാരം, അങ്ങനെ ഒരു ചുരമാണത്. വയനാട്ടിലൊന്നും പോയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് പോകണം. എൻ്റെ പല സുഹൃത്തുക്കളും അവിടെ പോയിട്ടില്ല. തീർച്ചയായിട്ടും ഒന്ന് പോകണം. അതില്ലെങ്കിൽ ഒരു വലിയ നഷ്ടമാണ്. ആ ചുരം ഒന്ന് കയറിയില്ലെങ്കിൽ പിന്നെന്താണ്? അത്രയും വലിയ ചുരം. അപ്പോൾ അതിനേക്കാൾ വലിയ ചുരമാണ് വാൽപ്പാറയിൽ, നമ്മുടെ തമിഴ്നാടുമായിട്ട് മറ്റൊരു അതിർത്തി. പക്ഷേ ആ വാൽപ്പാറയിൽ 42 ഹെയർ പിൻ വളവുകളുണ്ട്. പക്ഷെ അതൊരുപാട് ദൂരെയൊക്കെ ചെന്ന് ഒരുപാട് ഇങ്ങനെ ചെന്നിട്ടാണ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരുന്നത്. ഇതല്ല, നേരെ കുത്തനെ മല കയറുന്ന ഒരു പ്രതീതിയാണ്. 9 വളവുകളോ 9 ഹെയർ പിൻ വളവുകളോ അത്രയാണ്, 9 13 അത്രയും ഉള്ളത്. അപ്പോൾ അതിൻ്റെ അവിടെ കയറി പോകുന്നതും താഴോട്ട് നോക്കുന്നതും മധുരമുള്ള ഒരു അനുഭൂതിയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ ആ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഇന്നിപ്പോൾ വാഹനങ്ങളും ജനങ്ങളും വർദ്ധിച്ചിരിക്കുന്നു. വയനാടാണെങ്കിൽ ഇപ്പം ഈ നമ്മുടെ മിക്കവാറും എല്ലാ വീടും ഇപ്പോൾ പേയിങ് ഗസ്റ്റുകളെ താമസിപ്പിക്കുന്ന വീടുകളാണ്. ടൂറിസത്തിൻ്റെ ഭാഗമാണ്. ടൂറിസം ആണ് അവിടുത്തെ മെയിൻ വ്യവസായമായിട്ട് മാറിയിരിക്കുന്നത് എല്ലാ വീടുകളിലും. ആ രീതിയിലേക്ക് ഇത്രയധികം ടൂറിസ്റ്റുകൾ അവിടെ വരുന്നുണ്ടോ എന്ന് അതിശയം തോന്നിപ്പോവും. അപ്പോൾ അങ്ങനെ മലയുടെ മണ്ടയ്ക്കൊക്കെയാണ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ. നമ്മൾ തന്നെ പേടിച്ചു പോയിച്ചോ, ഇവിടെ ആനയും അതുപോലെയുള്ള മറ്റ് ജീവികളൊക്കെ വരുമല്ലോ, അങ്ങനെയുള്ള ചില സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്നാലും സുരക്ഷിതമാണെന്നാണ് അവർ പറയുക. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ, അപ്പോൾ അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു, വികസനം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ വികസനം നടക്കുമ്പോൾ ഈ ചുരം മാത്രമാണ് വാഹനങ്ങളും ഒക്കെ പോകാനുള്ള ഒരേ ഒരു വഴി. അത് മൈസൂരിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഒക്കെ വരുന്ന, അല്ലെ കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങളെല്ലാം മലബാർ മേഖലയിലേക്കുള്ള സാധനങ്ങളും എല്ലാമായിട്ട് വരുന്ന ആ ഒരൊറ്റ വഴിയാണ്. അപ്പോൾ അത് അവിടെ ചില സമയത്ത് മണിക്കൂറുകളോളം ഇത് കുടുങ്ങിക്കിടക്കും ആളുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാതെ വരുന്നത്. അപ്പോൾ അതിനൊരു പരിഹാരമാണ് ഈ തുരങ്കപ്പാത. വളരെ പെട്ടെന്ന് പോകാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര സുഗമമാവും, മല ഇടിയൊന്ന് പേടി വേണ്ട, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പം മലയിടിച്ചിലുണ്ടായി കുറേ ആളുകൾ മരിച്ചു. വളരെ ഖേദകരമായൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ വേണ്ടത്ര പ്രിക്കോഷൻ എടുത്തില്ല എന്നാണ് ഞാനതിൽ കുറ്റപ്പെടുത്തുന്നത്. തുരങ്കപ്പാതയല്ല കുറ്റപ്പെടുത്തുന്നത്. ആ തുരങ്കപ്പാത ഉണ്ടാക്കുന്ന ആളുകളോ അല്ലെങ്കിൽ വേണ്ടത്ര ശ്രദ്ധ അവർ ചെലുത്തിയില്ല. അത് ഖേദകരമായൊരു കാര്യമാണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ ഇന്ന വരും വരാഴികൾ ഉണ്ടാവും എന്ന് പഠിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് ഇങ്ങനെ ആ തുരങ്കപ്പാതയ്ക്കൊരു പേരുദോഷമുണ്ടാക്കിയത് തന്നെ ശരിയായില്ല. കാരണം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പരിസ്ഥിതിവാദികളൊക്കെ ഉണ്ട്. ഈ പരിസ്ഥിതിവാദികളൊക്കെ കേരളത്തിന് പുറത്തുനിന്ന് പോയി നോക്കണം. ബോംബെയിലും ഒക്കെ അവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവിടെ പരിസ്ഥിതി വേണ്ടേ? അപ്പോൾ അവിടുത്തുകാർ ഫാക്ടറിയും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുക, പരിസ്ഥിതി ഒന്നും നോക്കാതെ നമ്മളൊക്കെ അവിടെ പോയി ജോലി ചെയ്യുക. പക്ഷേ കേരളത്തിൽ മാത്രം പരിസ്ഥിതിയൊക്കെ വേണം എന്നുള്ള ആ ചിന്താഗതി, ആ ഒരു ഇരട്ടത്താപ്പ്, അത് ശരിയാവില്ല. കേരളത്തിലും വികസനം വരണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേണം. തുരങ്കപ്പാത നമ്മുടെ ഗതാഗതവും നമ്മുടെ സംവിധാനങ്ങളിലുള്ള ഒരു കുതിച്ചുചാട്ടമാണ്. അങ്ങനെയുള്ളൊരു സംവിധാനത്തിനെ ദോഷം വരുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. അത് വരട്ടെ. ഇവിടെ നമ്മൾ ധാരാളം ഇപ്പം ന്യൂയോർക്ക് സിറ്റിയിലൊക്കെ എത്രയോ തുരങ്കങ്ങളുണ്ട്. ആ തുരങ്കങ്ങൾക്കടിയിൽ കൂടിയാണ് നമ്മുടെ ട്രെയിനും നമ്മുടെ വണ്ടികളും നമ്മളൊക്കെ വണ്ടി ഓടിച്ചു പോകും, നമ്മൾ അറിയുന്ന പോലുമില്ല. അതിൻ്റെ മുകളിൽ ഒന്നുകിൽ കടലായിരിക്കും, അല്ലെങ്കിൽ നദിയായിരിക്കും, ഹഡ്സൺ നദി, അതിൻ്റെയൊക്കെ മുകളിൽ കൂടി എത്രയോ ദൂരം. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ. നമ്മളാരും പേടിക്കുന്നില്ല തുരങ്കം ഇടിഞ്ഞു പോകുന്നോ. ഇനി അങ്ങനെ വരില്ല എന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഭൂകമ്പം ഉണ്ടായി, അല്ലെ അതുപോലുള്ള കാര്യങ്ങളുണ്ടായി. പക്ഷേ അതൊക്കെ വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വികസനത്തിന്, കേരളത്തിൻ്റെ വികസനത്തിന് ഏറ്റവും ഗുണകരമായൊരു കാര്യമാണ് ഈ തുരങ്കപ്പാത. അതിനെ തുരങ്കം വെക്കരുത്. തീർച്ചയായിട്ടും പരിസ്ഥിതിവാദികളും മറ്റുള്ളവരും ഒക്കെ പറയുന്നത് ഒട്ടും അംഗീകരിക്കാനാവില്ല. അത് തുടരുക തന്നെ വേണം, അത് ഉണ്ടാവുക തന്നെ വേണം.